ഇത് കാളി മീഡിയ എന്നൊരു യൂട്യൂബറാണ്. ഇവൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ ചറപറാന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കൊള്ളടിക്കുക തന്നെ ചങ്ങായി ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടല്ലേ ഫുൾ ടൈം കാട്ടിലിരിക്കേണ്ടി വരുന്നത് അല്ലേ? ഇവൻ ഒറ്റ കൊടുത്തോണ്ടിരുന്നത് എന്തിനായിരുന്നു? ഇവന്റെ ശല്യം സഹിക്കാതെയാണ് ഒറ്റ കൊടുത്തോണ്ടിരുന്നത്. ഇവൻ ആരെങ്കിലും ആട് വളർത്തി കഴിഞ്ഞാൽ അതിനെ അടിച്ചോണ്ട് പോകും, അതിനെ പൊടിച്ച് ബിരിയാണി അടിച്ച് തിന്നും. പിന്നെ വാര്യംകുന്നം കട്ടത് എന്താണ് കട്ടത്? നീ പറയുന്ന പോലെ ആടിനെ കട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാനല്ല വാര്യംകുന്നം കട്ടത്. ബ്രിട്ടീഷുകാരോട് പൊരുതി ജീവിക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം വേണമായിരുന്നു അവർക്ക്. ഈ ഭക്ഷണത്തിന് വേണ്ടി ഈ തമ്പുരാക്കന്മാർ, അതായത് നാട്ടുരാജാക്കന്മാരായ ഈ പൂണൂലുട്ട വർഗ്ഗക്കാരുടെ പത്തായപ്പുരകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നെല്ല്, അതാണ് അവർ കട്ടുകൊണ്ട് പോയത്. അല്ലാതെ നീ പറയുന്ന പോലെ ആടിനെയല്ല കട്ടത്. അവർക്ക് ജീവിക്കണമായിരുന്നു. പിന്നെ ഒരുത്തുണ്ട്, ആരാ? വാര്യംകുന്നൻ. വാര്യംകുന്നൻ മുഹമ്മദ് ഹാജി, ആര് ഭയപ്പാടില്ലാത്ത ഒരാള്. എന്നാൽ പുള്ളിക്കാരൻ ഫുൾ ടൈം കാട്ടിലാണ്. അതേ കളിയപ്പാ, അതെ വാര്യംകുന്നം കാട്ടിലായിരുന്നു. എന്തിനാണെന്നറിയോ? താൻ പറഞ്ഞ പോലെ കട്ടിട്ടല്ല കാട്ടിലൊളിഞ്ഞത്. നാട്ടുകാർ ഏത് നാട്ടുകാർ വാര്യംകുന്നനെ തൊടാൻ? തൻ്റെ മുൻഗാമികൾ കംപ്ലീറ്റ് ഈ നാട്ടുരാജാക്കന്മാരില്ലേ, ഈ പൂണൂൽ ധരിച്ചവരുടെ അവരുടെ അടിമകളാണ് തൻ്റെ മുൻഗാമികൾ. അല്ലാതെ അവരൊന്നും രംഗത്ത് വരാൻ കഴിയില്ല. താൻ കോവിലകത്ത് ജനിച്ചവനല്ലല്ലോ. ആണെങ്കിൽ ഓക്കെ, താനൊരു തമ്പുരാനായിരുന്നു, ബ്രിട്ടീഷുകാരൻ്റെ ഒറ്റുകാരനായിരുന്നു പറയാം. തൻ്റെ നിറം വെച്ച് നോക്കുമ്പോൾ, തൻ്റെ കറുത്ത തൊലി വെച്ച് നോക്കുമ്പോൾ താനൊരു കുടിയാനായിരുന്നു, അല്ലെങ്കിൽ താനൊരു അവർണനായിരുന്നു. താൻ അവരുടെ മുമ്പിൽ ഒരു അവർണനായിരുന്നു. താൻ ചരിത്രം പഠിക്കണം. തൻ്റെ മുൻഗാമികൾ ആരായിരുന്നറിയോ? ഈ പൂണൂലുട്ട വർഗ്ഗക്കാരുടെ മുമ്പിൽ അടിമകളായിരുന്നു. അവർ മുറുക്കി തുപ്പുന്നത് മൂത്രം ഒഴുകും നിങ്ങളുടെ മുഖത്തായിരുന്നു. അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോലും എത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ സ്ഥാനമില്ല. അത്രക്കും കേവലമായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾ. ആ ചരിത്രം പഠിക്കേ. ഈ കാണുന്നവനെ മുഴുവൻ മറ്റം മുറിച്ച് മുസ്ലിമാക്കുക, മതം മാറ്റുക, വീട് കൊള്ളടിക്കുക, ഇതൊക്കെ തന്നെ ചങ്ങായി ചെയ്തുകൊണ്ടിരുന്നത്. താളിയപ്പ, താൻ ഇല്ലാ വചനം പറയരുത്. ആരുടെയും മറ്റേതും മുറിച്ചിട്ടൊന്നും ഒരുത്തനെയും മുസ്ലിം ആക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താൻ തെളിവ് കൊണ്ടുവരണം. ആരെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് താൻ ഈ വായ്ത്താളം അടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് ഇസ്ലാം അതിൽ വൃത്തികെട്ടന്മാരുണ്ട്. ഈ വാര്യംകുന്നൻ്റെ ഗ്യാങ്ങിൽ കുറച്ച് വൃത്തികെട്ടന്മാരെ വാര്യംകുന്നൻ തിരിച്ചറിഞ്ഞപ്പോൾ അവരെല്ലാം വാര്യംകുന്നൻ പുറത്താക്കി കളഞ്ഞു. അങ്ങനെ പുറത്താക്കിയ ഈ ടീം വന്നിട്ട് ഇതുപോലെ സവർണരായിട്ടുള്ള ഈ നാട്ടുരാജാക്കന്മാർ, അല്ലെങ്കിൽ ഈ ബ്രാഹ്മൺസ്, അല്ലെങ്കിൽ ഈ പൂണൂല് ധരിച്ചവർ, ഇവരെ വന്നിട്ട് കൊന്നു തള്ളിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പങ്ക് വാര്യംകുന്നനെ തലയിൽ വെക്കരുത്. കാരണം വാര്യംകുന്നൻ അവരൊക്കെ പുറത്താക്കിയവന്മാരാ. അവർ ചെയ്ത തെറ്റിന് വാര്യംകുന്നൻ എന്ത് പഠിച്ചു? വാര്യംകുന്നൻ അവരൊക്കെ പുറത്താക്കിയ ടീമാണ്. കാരണം എല്ലാ മതങ്ങളിലും വൃത്തികെട്ടന്മാരുണ്ട്. അല്ലാണ്ട് ഒരു മതത്തിന് മാത്രം വൃത്തികെട്ടന്മാരില്ല എന്ന് ഞാനിവിടെ പറയുന്നില്ല. ഇസ്ലാം മതത്തിലുണ്ട് വൃത്തികെട്ടന്മാർ, ഹിന്ദു മതത്തിലുണ്ട് വൃത്തികെട്ടന്മാർ, ക്രിസ്തു മതത്തിലുണ്ട് വൃത്തികെട്ടന്മാർ. ലോകത്ത് മതങ്ങളെ മാറ്റി നിർത്തി മനുഷ്യരുടെ മെൻറ്റാലിറ്റി നോക്കുക, അവരെങ്ങനത്തെ ടീമാണെന്ന്. അത് മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് മതങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യരുത് ഈ വൃത്തികെട്ടവന്മാരെ. ഓക്കെ കളയപ്പാ, ഓക്കെ, ഗുഡ് ബൈ.